മാർത്തോമ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കലാലയ ജീവിതം, സ്കൂൾ ജീവിതമൊക്കെ നമ്മുടെ ഓർമ്മയിൽ കാണും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്കൂളിനെ ഒരു ഭവനത്തിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് പഠിക്കുവാനും അതനുസരിച്ച് മുൻപോട്ടുള്ളതായ വളർച്ചയിൽ അതൊരു സ്വാധീനമാകാനും സാധിക്കുന്നതായൊരു സംവിധാനം. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്രകാരമുള്ളതായ സംവിധാനങ്ങൾ തുടങ്ങി വരുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പഠനത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതായ ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ പറക്കോട് ഇമ്മാനുവൽ ഇടവകയുടെ വികാരിയായിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ബിനു ജോൺ അച്ഛൻ്റെയും അതുപോലെ തന്നെ സിജിയ ബിനുവിൻ്റെയും കൊച്ചമ്മ ഒരു കൗൺസിലറും കൂടെയാണ് മകനായിരിക്കുന്നതായ പ്രത്യാശ് ജോൺ ബിനു ഇന്ന് മാർത്തോമ മിഷനിൽ നമ്മളോടൊപ്പമായിരിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടെ പ്രത്യാശിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇനിയും പ്രത്യാശയിൽ നിന്ന് തുടങ്ങാം അല്ലേ? പ്രത്യാശിനെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഒറ്റ വാക്കിൽ. പ്രത്യാശിൻ്റെ ക്ലാസ്സും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എത്രാം ക്ലാസ്സിൽ? ഞാനിപ്പം ഇനി 6th പോകുന്നത്. തന്നെയല്ല, എൻ്റെ ഏജ് 12 ആണ്. പിന്നെ എൻ്റെ സ്വന്തം വീട് മൈലമാണ്. മൈലം, കൊട്ടാരക്കര മൈലം. പ്രത്യാശ ആദ്യത്തെ 1ഉം 2ഉം ക്ലാസ്സുകളൊക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒക്കെ ഒരു പക്ഷേ സ്കൂളിലായിരുന്നു പഠിച്ചത് എന്ന് തോന്നുന്നു. ആണ്. മറ്റ് എവിടെ തൊട്ടാണ് ഭവനത്തിലുള്ളതായ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്? ഞാൻ 5th തൊട്ടാണ് ഭവനത്തിലുള്ള ക്ലാസ്. ലാസ്റ്റ് ഇയർ 5th സ്റ്റാൻഡേർഡ് അല്ലേ? അപ്പം ആദ്യമേ തന്നെ ഒരു ചോദ്യം, സ്കൂളിലുള്ളതായ ക്ലാസ്സും വീട്ടിലുള്ളതായ ക്ലാസ്സും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. തന്നെയല്ല, കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകാൻ തന്നെ ഇപ്പോൾ രാവിലെ ഇപ്പം 7 എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ 3 hours എനിക്ക് ലോസ്റ്റ് ആവുക. സ്കൂളിൽ പോയി പിന്നെ 9:30 ക്ലാസ് തുടങ്ങും. അപ്പം എനിക്കിപ്പം ഹോം സ്കൂളിംഗ് ആണെങ്കിൽ വീട്ടിൽ തന്നെ ആ 3 hours രാവിലെ ഫ്രഷാണ്. അപ്പോൾ ആ 3 hours എനിക്ക് വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളൊക്കെ സ്കൂളിലെ ആകാം, അല്ലെങ്കിൽ അല്ലാതെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നേരെ ഡയറക്റ്റ്ലി ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസ്സിലോട്ട് കയറാനും പറ്റും അല്ലേ? അപ്പോൾ ഈ മോൻ്റെ ബാച്ചിലുള്ള എന്ന് പറഞ്ഞാൽ 5th മറ്റ് പുറത്തുള്ള മോനെ അറിയാത്തതായ ആൾക്കാർക്ക് അല്ലേ, മോൻ്റെ ബാച്ചിലുള്ള പിള്ളേരോട് പറയാൻ പറ്റും, എൻ്റെ വീട്ടിലുള്ളതായ പഠനം നല്ലതാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നു? അങ്ങനെ പറയാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഭവനത്തിലുള്ളതായ ക്ലാസ്സിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനാണ് ഇപ്പോൾ പ്രത്യാശ ആയിരിക്കുന്നത് അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഈ ക്ലാസ് നടക്കുന്നത്? സ്കൂളിലെ നമുക്കൊരു ടൈം ടേബിൾ കാണും. രാവിലെ 10 മണി മുതൽ ഉച്ചവരെ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ തുടങ്ങുന്നു, പിന്നെ തിരിച്ചു പോകുന്നു. ഈ ക്ലാസ്സിലുള്ള പ്രത്യേകതകൾ എന്താണ്? എൻ്റെ ക്ലാസ് അതുപോലെ തന്നെയാണ്. രാവിലത്തെ ഫ്രഷ് ടൈം ഞാൻ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്ത് പഠിക്കും. അതിനുശേഷം 10 to 4 തന്നെ ടീച്ചർ ക്ലാസ് എടുക്കും. അതിനുശേഷം ഉള്ള ടൈം ഫുള്ള് ഞാൻ വായിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഉള്ളൂ അല്ലേ? അപ്പോൾ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ കാണും അല്ലേ? ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ടീച്ചർ നല്ല ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടാവും അല്ലേ? അപ്പം എല്ലാ സബ്ജക്ട്സും ഒറ്റ ഒരാളാണ് ഞാൻ പഠിപ്പിക്കുന്നത്? ഒറ്റ ഒരാൾ തന്നെ എല്ലാം പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ഇപ്പം ഫസ്റ്റ് സെമസ്റ്റർ അല്ലല്ലോ അല്ലേ? അപ്പോൾ ഓണ എക്സാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മാർക്കിങ്ങും പഠിച്ചതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളെ കുറിച്ചും ഒന്ന് പറയാൻ പറഞ്ഞാൽ. അതായത് എക്സാംസ് എഴുതാൻ ഞാൻ സ്കൂളിൽ തന്നെ പോകും. അല്ലാതെ ഉള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഹോം സ്കൂളിംഗ്. അപ്പം അതിന്റെ ഒരു ഇവാലുവേഷൻ സ്കൂളിൽ പോയി പഠിച്ചതിൽ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളാണോ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ മുൻ എക്സാമിന് ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് സാധിച്ചതെന്ന്? സ്കൂളിലാണെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് പിന്നെ വന്നിട്ടിരുന്ന് പഠിക്കണം. ഇതാവുമ്പം നമുക്ക് ആ ക്ലാസ്സസ് ടൈമിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ബിഫോർ സ്ലീപ്പ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത അല്ലേ? മറ്റേത് പോകുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ വരുന്നതിൻ്റെ സമയം കുറേ നമുക്ക് പോകുന്നു. എന്നാൽ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വീട്ടിലുള്ള പഠനത്തിലൂടെ സഹായിക്കും അല്ലേ? അപ്പോൾ ഇതിൽ പേരൻസിൻ്റെ അപ്രോച്ച് എങ്ങനെ? പപ്പയും മമ്മിയും
ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? പപ്പയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വന്നു. തന്നെയല്ല ഇപ്പം ഞാനൊരു കൺസെപ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ കയറണം എന്ന് പറയുന്നതും അത് ഗൈഡ് ചെയ്യുന്നതും പപ്പയാണ്. മമ്മിയാണെങ്കിൽ എൻ്റെ വീക്ക്നെസ്സസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സൊല്യൂട്ട് ചെയ്ത് തരും. മമ്മി നല്ല കൗൺസിലറും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും അല്ലേ? കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറഞ്ഞു തരാനായിട്ട് മമ്മിക്ക് പറ്റുന്നുണ്ട്. സ്കൂളിലുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യും, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ പോലും അവരോടൊപ്പം അതേ സ്റ്റേജിലെങ്കിൽ ഒട്ടും കുറയാതെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് മോന് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കാണുന്നവരെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ് അല്ലേ? സ്കൂളിൽ ഒരു പക്ഷെ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് പഠിക്കാനുള്ളതായ ശ്രമം നടത്തുകയാണെങ്കിൽ അതും നമ്മളെ ഭാവിയിലേക്ക് നയിക്കുന്നതാണെന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് മോൻ്റെ ജീവിതത്തിലൂടെ ഇത് കാണുന്നവർക്ക് ഒരു പക്ഷേ ലഭ്യമാകാനായിട്ട് പോകുന്നു അല്ലേ? ഈ പഠനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കലാരംഗത്തും മോൻ്റെ സവിശേഷതകൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേജുകളിലും സഭയുടെ പ്രോഗ്രാമുകളിലും കൺവെൻഷനിലുമൊക്കെ കീബോർഡും ഡ്രംസും പ്ലേ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും? ഡ്രംസ്, കീബോർഡ്, ഗീത്താറ്, പിന്നെ ഫ്ലൂട്ട്, അതിൻ്റെ കൂടെ തന്നെ തബല പഠിച്ചോണ്ടിരിക്കും. സ്കൂളിലെ ഒക്കെ ആകുമ്പം ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഇതിപ്പം സ്കൂൾ ലെവലിലേക്ക് അങ്ങനെയൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ല, ആ ഏരിയയിലോട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. മത്സരങ്ങൾക്കോട്ട് അത്ര ഇഷ്ടമല്ല. പഠിക്കുക എന്നുള്ളതും പ്രസന്റ് ചെയ്യുക എന്നുള്ളതുമാണ് കൂടുതൽ താല്പര്യം അല്ലേ? ഓക്കെ. ഞാൻ എന്നെ സംബന്ധിച്ച് ചെറുതായിട്ട് നമ്മൾ മെലോഡിക്കൊക്കെ വായിക്കും. അപ്പം അങ്ങനെ ഞാൻ മോന് ഒരു മെലോഡിക്ക് തരാം, ഒന്ന് വായിച്ച് കേൾപ്പിക്കും. എന്താണ് കീബോർഡിൽ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. കാണുന്നവർക്കും അതൊരു സന്തോഷമാവും. ഇപ്പോൾ മെലോഡിക്കൽ വായിച്ച് കേൾപ്പിച്ചതായ പാർക്കും നാഥനോട് കൂടെ എന്ന പാട്ടാണല്ലോ വായിച്ചത്. അങ്ങനെയെങ്കിൽ മോൻ വായിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും ചേർന്ന് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊന്ന് ചെയ്യാം. അങ്ങനെയെങ്കിൽ മോനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യുന്നതായ ഈ ഗാനം, മാരാമൺ കൺവെൻഷനിലൂടെ പ്രസിദ്ധി ആർജിച്ചതായ ഒരു നല്ല ഗാനം പാർക്കും നാഥനോടുകൂടെ, അത് പ്രത്യാശിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൂടെ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. സാധാരണ എങ്ങും അത്ര കോമൺ ആയിട്ട് കാണാത്തൊരു കാര്യമാണ്. എന്നാലും ഡ്രംസ് പ്ലേ ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പള്ളികളിലൊന്നും ആരാധനകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു പക്ഷേ അതിൻ്റെ ശബ്ദമാകാം, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഡ്രംസിനോട് ചെറിയ വിരോധമുണ്ട് ആരാധനകളിലൊക്കെ അല്ലേ?
ഡ്രംസ് പഠിക്കാനായിട്ടുള്ള താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതായത് ഒരു വട്ടം കൊൽക്കട്ടയിൽ ഒരു ഫാമിലി യൂത്ത് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം ഈ കോൺഫറൻസ് സെൻറ്ററിൽ വെച്ച് ഒരു ഡ്രംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ എൻ്റെ കഴിവിനെ പറ്റി അറിഞ്ഞപ്പം എനിക്ക് ഒരു അവസരം തന്നു ആ ഡ്രംസ് വായിക്കാൻ സ്റ്റേജിൽ. അപ്പം ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അന്ന് ഞാൻ മോട്ടിവേറ്റഡ് ആയതാണ്. പിന്നെ എൻ്റെ പ്രാക്ടീസും എല്ലാം ഞാൻ അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ ഡ്രംസിൻ്റെ ഒരു തുടക്കം. ഇപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ വല്ലതും അങ്ങനെ പ്ലേ ചെയ്യാനായിട്ട്? ഞാനിപ്പോൾ കീബോർഡ് വായിക്കുന്നുണ്ട്. അല്ല, ഡ്രംസ് വായിക്കുന്നില്ല. ജസ്റ്റ് ക്രിസ്മസിന് വായിക്കും. പിന്നെ ക്രിസ്മസിന് ഞാൻ വായിക്കാറുണ്ട്. ഇപ്പം അതിന്റെ ക്രമീകൃതമായിട്ട് ഡ്രംസ് പഠിക്കുന്നുണ്ട് അല്ലേ? നൊട്ടേഷൻ പഠിക്കുന്നു. അപ്പോൾ ഡ്രംസിന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ഡ്രംസിൽ എനിക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്നുണ്ട്. അതായത് ഡബിൾ ബീറ്റ്സ് ഇൻ എ മിനിറ്റ്. ഇപ്പോഴത്തെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ മിനിറ്റ് 2370 ആണ്. എനിക്ക് ഇപ്പം റീച്ച് ആയിരിക്കുന്നത് 2100 മേളിൽ പോയിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഒരു 2400 എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഗിന്നസ് എടുക്കാൻ പറ്റും. 2400 ഡബിൾ ബീറ്റ് 1 മിനിറ്റിൽ എടുത്താൽ എനിക്ക് ഗിന്നസ് എടുക്കാൻ പറ്റും. സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഉണ്ട്. അപ്പോൾ ആ വിശ്വാസം പോലെ സന്തോഷം കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡ്രംസിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? എന്തെങ്കിലും അതിൻ്റെ ഒരു ആശയം, അഭിപ്രായം? ഡ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. തന്നെയല്ല, ഈ ഡ്രംസിൽ നമുക്ക് ഒരേ സമയത്ത് 2 കൈയും 2 കാലും പോകും. അത് അത്യാവശ്യം ചെറുതായിട്ട് ഡബിൾ ബേസ് പ്ലേ ചെയ്യുന്നുണ്ട്. യെസ്, ഡബിൾ ബേസ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. 2 കാലും 2 കൈയും ഒരേ സമയത്ത് പോകണം. അത് ഇത്തിരി പാടാണ്. അപ്പം ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ആദ്യം എനിക്ക് മേടിച്ചു തന്നത് DTX ആയിരുന്നു. ഒരു മാരാമൺ കൺവെൻഷന് വായിക്കുന്ന ടൈപ്പ് ഒരു ചെറിയ പെൺ. അപ്പം അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അന്നേരം അച്ഛൻ എന്നെ ഒരു ഡ്രംസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ, അതായത് അവിടെ വിട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അന്ന് എനിക്ക് 3 years ഓൾഡേ ഉള്ളത്. അന്നേരം അവർ പറഞ്ഞു കൊച്ചു കുഞ്ഞ, സോ അഡ്മിഷൻ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ബിക്കോസ് എനിക്ക് കാലെത്തത്തില്ലായിരുന്നു, അന്ന് ചെറുപ്രായമായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് എൻ്റെ ടീച്ചർക്കറിയാം ഞാൻ വായിക്കുമെന്ന്. അപ്പം പറഞ്ഞു, നീ റിതം പാഡിൽ ഒന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ റിതം പാഡിൽ വായിച്ച്. അപ്പം അവിടെ വേറെ കുട്ടികളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വായിക്കാൻ. അപ്പം ബാൻഡ് പോലെയായിരുന്നു. അപ്പം ആ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് ഈ സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു. അപ്പം അവരത് കേട്ടിട്ട് അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം, അവനെ ഞങ്ങളുടെ അടുത്ത് വിടാൻ പറഞ്ഞു. അവിടെ ഒരു 6 months പഠിക്കാൻ പറ്റി. പക്ഷേ നല്ലൊരു എക്സ്പോഷർ കിട്ടി. ഇപ്പൊ പഠിക്കുന്നത് എവിടെയാണ്? ഇപ്പം ഞാൻ നൊട്ടേഷൻ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ് ആണുള്ളത്. ഓൺലൈൻ ക്ലാസ് പ്രയോജനമാകുന്നുണ്ടോ? കാരണം ഈ ഒരു ഔട്ടും അല്ലെങ്കിൽ വായിക്കുന്ന രീതിയും ഒക്കെ ഓൺലൈനിലൂടെ. കീബോർഡൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസിയാന്ന് പറയാം, പക്ഷെ ഡ്രംസ് ഒക്കെ ഓൺലൈനിൽ കിട്ടുന്നത് നല്ലതാണ്. ഡ്രംസിന് ഭയങ്കര ശബ്ദമാണ്, നമ്മൾ ചിന്തിക്കുന്ന കൂട്ടല്ല. അല്ല, അതായത് ചോദിച്ചാൽ അപ്പം ഓൺലൈനിൽ അത് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല? ഇതുവരെ തോന്നിയിട്ടില്ല. ഫ്ലൂട്ട് പഠിച്ചത് എങ്ങനെയാണ്? ഫ്ലൂട്ട് പഠിച്ചത് ഞാൻ ചെറുപ്പത്തിൽ ചുമ്മാ ഊതി നടക്കുമായിരുന്നു. പിന്നീട് ചെറുതായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി ഈ മൗത്ത് വെച്ച് വായിക്കുന്ന ടൈപ്പ്. അതിനുശേഷം അച്ഛൻ ഒരു ദിവസം എനിക്ക് ഗിഫ്റ്റായിട്ട്, ഞാൻ വേറെ അടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു സെറ്റ് നിറച്ച് ഫ്ലൂട്ട്സ്, അതായത് ഡിഫറെൻറ്റ് കോഡ്സിലെ ഫ്ലൂട്ട്സ് മേടിച്ചു. പിന്നീട് ഞാനത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലൂട്ട് വായിക്കാൻ ഒരു സെറ്റ് ഓഫ് ഫ്ലൂട്ടുണ്ട്. അല്ലേ? ഏതെങ്കിലും ഒരു ശ്രുതിയിൽ വായിക്കാൻ പറഞ്ഞാൽ അത്യാവശ്യം വായിക്കാനായിട്ട് ഫ്ലൂട്ടിൽ സാധിക്കുന്നുണ്ട് അല്ലേ? കീബോർഡ് പഠിക്കുന്നതിനെ കുറിച്ച്, കീബോർഡ് എവിടെ പഠിച്ചു? കീബോർഡ് എന്നെ ഫാദറാണ് പഠിപ്പിച്ചത്. ഞാൻ ഡ്രംസ് പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കീബോർഡും കൂടെ പഠിപ്പിച്ചതാണ്. കീബോർഡിൽ എനിക്ക് രാഗാസ് 340 BPM വായിക്കാൻ പറ്റി. അതാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
340 ടെമ്പോയിൽ രാഗങ്ങളൊക്കെ പ്ലേ 20 രാഗങ്ങൾ ഒരുമിച്ച് വായിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് പ്രത്യേകതയുണ്ട്. മോൻ്റെ പപ്പായെ സംബന്ധിച്ച് ഒരു പട്ടക്കാരനാണ് അല്ലേ, മമ്മി നല്ലൊരു കൗൺസിലറാണ്. അപ്പോൾ അത്തരത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ഈ രണ്ടുപേരുടെ ഇടയിൽ മോൻ്റെ കഴിവുകൾ, പ്രത്യേകിച്ച് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അതിനോടൊരു പ്ലസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, മോൻ്റെ ഒരു അഭിപ്രായം? അതായത് മമ്മി ഈ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാനത് കമ്പോസ് ചെയ്യും ചിലതൊക്കെ. അപ്പം മമ്മിയുടെ മെഡിറ്റേഷൻസിന് വേണ്ടി മോൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് അല്ലേ, യൂട്യൂബിലല്ല, ജസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അതെല്ലാം ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ മീൻസ് ഞാൻ നമ്മുടെ മാരാമണ്ണല്ല പള്ളികളിലെ കൺവെൻഷനും ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. തന്നെയല്ല പള്ളിയിൽ ചർച്ച് നടക്കുന്ന സമയത്ത് ഞാൻ വായിക്കാറുണ്ട്. മോൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലേ, പള്ളികളിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് കാണുന്ന പുറത്ത് നിൽക്കുന്ന മോനെ അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് മോന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് എന്തുവാ ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാൽ? ഞാനിപ്പോൾ പറയാം. അതായത് നമ്മുടെ കഴിവിനെ ആദ്യം തിരിച്ചറിയണം, എന്നിട്ടതിൽ നമ്മൾ എഫേർട്ട് ഇടണം. അന്നേരം ഈ ലോകം നമ്മളെ അംഗീകരിക്കും. അതാണ് എനിക്ക് പറയാൻ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മളെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കുക, എന്താണ് നമുക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് മനസ്സിലാക്കുക, അതിനെ വളർത്താനൊരു ശ്രമം നടത്തുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു കഴിവുണ്ട് അല്ലേ. ആ കഴിവ് ദൈവം എല്ലാവർക്കും കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മോൻ കൊടുക്കുന്ന ആശയം, ഈ ഉപദേശം, ഇത്തരത്തിലുള്ളതായൊരു അറിവ് അവർക്കെല്ലാം ഒരുപക്ഷെ പ്രയോജനം ചെയ്യും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പറയും, ഇന്ന പ്രോഗ്രാമിൽ ഇന്ന ആൾ പറഞ്ഞതായ ഒരു ഉപദേശം കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം വളരാനായിട്ട് സാധിച്ചതെന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അത്തരത്തിൽ അനേകർക്ക് പ്രചോദനമായിട്ട് തീരുമാനമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തിൽ ഒന്ന് വ്യത്യസ്തതയോടുകൂടിയുള്ളതായ വിദ്യാഭ്യാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 2 ഈ മ്യൂസിക് രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പലയിടത്തും പെർഫോം ചെയ്യുന്നു, ഇനി ഏറെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ അവൻ്റെ കഴിവുകൾ ആയി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹോം സ്കൂളിംഗ് എന്ന സംവിധാനത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. പ്രത്യാശ നമുക്കറിയാം, ഭവനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ പലതരത്തിൽ സമയങ്ങൾ കളയാനായിട്ടുള്ളതായ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗം. എന്നാൽ അതൊക്കെ ക്രമീകരിക്കാനായിട്ടും കൃത്യമായ സമയങ്ങളിൽ പഠനത്തിന് വേണ്ടി സമയം വേർതിരിക്കുവാനും ഉള്ള സമയം പ്രയോജനപ്പെടുത്തുവാനും ഈ ഹോം സ്കൂളിങ്ങിലൂടെ സാധ്യമാകുന്നു എന്ന് മോൻ്റെ വാക്കിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സമയങ്ങൾ നഷ്ടമാക്കാതെ ഉള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ഹോം സ്കൂളിങ്ങിൻ്റെ ഒരു നന്മയെക്കുറിച്ചും കൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ് പ്രത്യാശയിലൂടെ. അപ്പോൾ ഈ സംവിധാനം നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് വളർന്നു വരുവാനൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ നന്മയെല്ലാം മോനും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാർത്തമ വിഷനിൽ നമുക്കിന്ന് പരിചയപ്പെടാൻ സാധിച്ചത് ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ പറയാം. ഇനിയും വർഷങ്ങളേറെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ഇടയിൽ ഒരു സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊരു വ്യത്യസ്തത കണ്ടെത്തി അതിൻ്റെ നന്മകൾ മനസ്സിലാക്കി അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് കേരളക്കരയിലും ഒരു വ്യത്യാസം കൊണ്ടുവരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവം നൽകിയതായ താലന്തുകളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ താലന്തുകളൊക്കെ ഏവർക്കും അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ മാർത്തമ മിഷനിൽ സംബന്ധിച്ചുള്ളതായ സന്തോഷം അറിയിക്കുന്നു. വീണ്ടും മാർത്തമ മിഷനിലൂടെ നമുക്ക് കാണാം.